Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 58. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. മുറ്റത്തെ മരച്ചില്ലകളിൽ തട്ടിവരുന്ന ഇളങ്കാറ്റിന് നേരിയ കുളിരുണ്ടായിരുന്നു. ഉച്ചയൂണിന് ശേഷമുള്ള ആലസ്യത്തോടെ ആര്യകത്തെ വീടിന്റെ വരാന്തയിലിരുന്ന് വർത്തമാനം പറയുകയാണ് ഗൗരിയും വൈശാഖിയും. വരാന്തയുടെ ഒരറ്റത്ത് ചുമരും ചാരിയിരുന്ന അമ്മമ്മയുടെ പഴയ മരസ്റ്റൂളിലാണ് വൈശാഖിയുടെ സ്ഥാനം. അവൾക്ക് താഴെയായി വരാന്തയിലെ തണുത്ത തറയിൽ മടിയിലേക്ക് മുഖം വെച്ചുകൊണ്ട് ഗൗരിയും ഇരിപ്പുണ്ട്. ഇരുവരുടെയും സംസാരം ചെന്നെത്തി നിന്നത് അനന്തനിലായിരുന്നു. ഗൗരി മുഖമുയർത്തി വൈശാഖിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ ശബ്ദത്തിൽ വേദനയൂറുന്നൊരു വിറയലുണ്ടായിരുന്നു. അനന്തേട്ടൻ എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ വൈശു? ആ ചോദ്യം കേട്ട് വൈശാഖിയുടെ മുഖത്ത് യാതൊരു സങ്കോചവും ഉണ്ടായില്ല. പകരം മനോഹരമായൊരു പുഞ്ചിരിയോടെ അവൾ ഗൗരിയുടെ മുടി ഇഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും അനന്തേട്ടൻ മരിച്ചിട്ടുണ്ടെന്ന് എന്റെ മനസ്സിനോട് പറയുന്നില്ല ഗച്ചു. എന്നെ ഇങ്ങനെ തനിച്ചാക്കിയിട്ട് പോവാൻ അനന്തേട്ടന് കഴിയില്ല, അതെനിക്ക് ഉറപ്പാ. ആ വാക്കുകളിലെ ദൃഢതയും അവളുടെ വിശ്വാസവും ഗൗരിയെ അത്ഭുതപ്പെടുത്തി. എങ്കിൽ പിന്നെ ഇത്ര നാളും എന്തുകൊണ്ട് വന്നില്ല വൈശു? നമ്മൾ കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് ഏട്ടനറിഞ്ഞൂടെ? പറഞ്ഞു വന്നപ്പോ അവൾ തേങ്ങിപ്പോയി. വൈശാഖി ദൂരേക്ക് നോക്കി ഒന്ന് നെടുവേർപ്പെട്ടു. അത് നമ്മളെ കാണാനുള്ള മോഹമില്ലാഞ്ഞിട്ടോ നാട്ടുകാരും എല്ലാവരും പറയുന്നത് പോലെ ആ ശ്രീനിലയത്തുകാരെ പേടിച്ചിട്ടോ ഒന്നുമല്ല ഗച്ചു. പിന്നെ? ഗൗരി ആശ്ചര്യത്തോടെ അവളെ നോക്കി. വൈശാഖിയുടെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം വന്ന് നിറഞ്ഞു. അച്ഛനും അമ്മയോ ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ആ ശ്രീനിലയത്തുകാരാണെന്ന് നിന്നേക്കാൾ മുന്നേ അനന്തേട്ടനെ അറിയായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും ആ നെഞ്ചിലെ തീ അണച്ചു പിടിച്ച് അനന്തേട്ടൻ നടന്നത് എന്തിനാണെന്നറിയോ? ഗൗരി ശ്വാസമടക്കി പിടിച്ച് വൈശാഖിയെ നോക്കി. നിന്നെക്കുറിച്ച് ഓർത്തും പിന്നെ അങ്ങേരുടെ ജീവിതത്തിലേക്ക് ഞാൻ ചെന്ന് ചാടിക്കൊടുത്തതും കൊണ്ടാ അവരെ തിരിച്ചൊന്നും ചെയ്യാതെ അത്ര നാളും അനന്തേട്ടൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ എന്നോ ആ രാജേന്ദ്രന്റെ സജീവന്റെയും ചോര ആ മനുഷ്യൻ വീഴ്ത്തിയനെ. വൈശാഖി പറയുന്നത് ശരിയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഗൗരി ഇമവെട്ടാതെ ഇരുന്നു. നീ അന്ന് ദേവേട്ടനോട് പറഞ്ഞില്ലേ ഗച്ചു, സജീവനെ കാവിൽ വെച്ച് ആക്രമിച്ച ആൾക്ക് അനന്തേട്ടന്റെ രൂപം ഉണ്ടായിരുന്നു എന്ന്? വൈശാഖി പെട്ടെന്ന് ചോദിച്ചു. ഓവ്. ഗൗരി തലയാട്ടി. അത് അനന്തേട്ടൻ തന്നെ ആയിരിക്കാനാ സാധ്യത. വൈശാഖിയുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു അത് പറയുമ്പോ. നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ വൈശു? അത് ചോദിക്കുമ്പോൾ ഗൗരിയുടെ മുഖത്തും ഉണ്ടായിരുന്നു ഒരു ചിരി. വൈശാഖി ചിരിച്ചും കൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ തല കുലുക്കി. ഇപ്പോ ആ ദ്രോഹികളെല്ലാം അകത്തായതുകൊണ്ട് അനന്തേട്ടൻ നമ്മെ തേടി ഉടനെ വരാൻ സാധ്യതയുണ്ടെന്നാ എന്റെ മനസ്സ് പറയുന്നത്. എന്റെ കാത്തിരിപ്പ് വെറുതെ ആകില്ല മോളെ. ആ വാക്കുകൾ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം അലിയിച്ചു കളഞ്ഞെങ്കിലും എന്തിനോ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വേഗത്തിൽ എഴുന്നേറ്റ് വൈശാഖിയെ ഇറുക്കെ കെട്ടിപ്പിടിച്ച് ആ കവളിൽ അമർത്തി ഒരു ഉമ്മ വെച്ചു. നിന്റെ നാവ് ഒന്നാവട്ടെ വൈശു, അങ്ങനെ തന്നെ നടക്കട്ടെ. ആര്യകത്തെ ആ വരാന്തയിൽ അവരുടെ ഉള്ളിൽ പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും ഒരു പുതിയ വെളിച്ചം നിറയുകയായിരുന്നു. എന്നാൽ ആ ശാന്തതയ്ക്ക് അധികം ആയുസുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് മുറ്റത്തെ ഇരുമ്പ് ഗേറ്റ് വലിയ ശബ്ദത്തോടെ തുറക്കപ്പെട്ടത്. ആ ശബ്ദം കേട്ട് വൈശാഖിയും ഗൗരിയും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവിടെ ഗേറ്റ് കടന്ന് ഓടിക്കത് അകത്തേക്ക് കയറി വരികയാണ് വിലാസിനിയമ്മ. അവരുടെ മുഖം ഭയം കൊണ്ട് വിളറി വെളുത്തിരുന്നു. സാരിത്തുമ്പ് നിലത്തിഴയുന്നത് പോലും വകവയ്ക്കാതെ ശ്വാസം കിട്ടാതെന്നോണം അവർ വരാന്തയിലേക്ക് ഓടിക്കയറി വന്നു. ആ മുഖത്തെ പരിഭ്രമവും പേടിയും കണ്ടതും വൈശാഖിയുടെയും ഗൗരിയുടെയും മുഖത്തെ ചിരിമാഞ്ഞു. എന്തോ ആപത്ത് സംഭവിച്ചതിന്റെ സൂചന ആ അമ്മയുടെ കണ്ണുകളിൽ നിഴലിച്ചു നിന്നിരുന്നു. കാര്യം എന്തെന്നറിയാതെ ചങ്കിലൊരു കൊള്ളിയാൻ മിന്നിയതുപോലെ ഗൗരിയും വൈശാഖിയും വേഗത്തിൽ എഴുന്നേറ്റ് നിന്നു. വരാന്തയിലേക്ക് ഓടിക്കയറി വന്ന വിലാസിനിയമ്മ ഗൗരിയെ കണ്ടപാടെ അലറിക്കരഞ്ഞുകൊണ്ട് അവളെ വട്ടം കെട്ടിപ്പിടിച്ചു. ഒന്നും മനസ്സിലാകാതെ പകച്ചുപോയ ഗൗരി അവരുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം ഭയത്തോടെ വൈശാഖിയെ നോക്കി. വിലാസിനിയമ്മയുടെ കരച്ചിൽ ആ മുറ്റത്താകെ മുഴങ്ങുകയായിരുന്നു. എന്റെ മോളെ ദേവൻ നിന്നെ വിളിച്ചായിരുന്നോ? കരച്ചിലിനിടയിൽ കിതച്ചും കൊണ്ട് വിലാസിനിയമ്മ ചോദിച്ചു. ഇല്ലമ്മേ, തിരുവനന്തപുരത്തുനിന്നും വന്ന ആരൊക്കെയോ കൂട്ടിക്കൊണ്ട് ഇവിടെ കാട്ടിലെ ആദിവാസികളെ കാണാൻ പോയേക്കുവാണല്ലോ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. ഗൗരിയുടെ ശബ്ദം നേർത്തു. അതേ മോളെ, എന്റെ കൊറ്റൻകാവിലമ്മേ. വിലാസിനിയമ്മ തലയ്ക്ക് ഇരു കൈകളിൽ നിന്ന് താങ്ങിക്കൊണ്ട് ആ പഴയ മരസ്റ്റൂളിലേക്ക് തളർന്നിരുന്നു. എന്നിട്ട് അവർ അമ്പലമിരിക്കുന്ന ദിക്കിലേക്ക് നോക്കി വിറയ്ക്കുന്ന കൈകളോടെ തൊഴുതു. എന്റെ ചെക്കൻ ഒരു ആപത്തും വരുത്തല്ലേ എന്റെ ദേവി, ഞാൻ അവിടെ ചുറ്റുമുള്ളത് കത്തിച്ചേക്കാവേ.
അവരുടെ നെഞ്ചു പൊട്ടിയുള്ള നിലവിളി കേട്ട് ഗൗരിയുടെ മനസ്സിലും അപായസൂചന മുഴങ്ങി. അവൾ വിലാസിനി അമ്മയുടെ തോളിൽ ഇരു കൈകൾ കൊണ്ടും പിടിച്ചു കുലുക്കിക്കൊണ്ട് പരിഭ്രമത്തോടെ അവരെ നോക്കി. അമ്മ, കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറയൂ. എന്റെ മോളെ കാട്ടില് വെച്ച് അവൻ ആരൊക്കെയോ കുറെ മുഖംമൂടികൾ ചേർന്ന് തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ ഇപ്പൊ TV-യിൽ പറയുന്നുണ്ട്. എന്റെ കുഞ്ഞിനെ അവരെന്തെങ്കിലും ചെയ്യുമോ ഭഗവതിയെ, എനിക്ക് വയ്യ. വിലാസിനിയമ്മ വലിയ വായിൽ വീണ്ടും കരയാൻ തുടങ്ങിയതോടെ ഗൗരിയുടെ ഹൃദയമിടിപ്പ് നിന്നു പോകുന്നത് പോലെ തോന്നി. പരിഭ്രമത്തോടെ അവൾ അകത്തേക്കൂടി. മേശപ്പുറത്തിരുന്ന മൊബൈൽ ഫോണും എടുത്ത് തിരികെ വരാന്തയിലേക്ക് വന്ന അവൾ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഫോൺ ഓണാക്കി. പരിഭ്രമം കയറി അവളുടെ വിരലുകൾക്ക് പാസ്വേഡ് പോലും തെറ്റിപ്പോകുന്നുണ്ടായിരുന്നു. യൂട്യൂബിൽ വാർത്താ ചാനലിന്റെ ലൈവ് ടെലികാസ്റ്റ് തിരയാൻ അവൾ ശ്രമിച്ചെങ്കിലും അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ വെപ്രാളവും പരവേശവും കണ്ട് വൈശാഖി വേഗത്തിൽ ആ ഫോൺ വാങ്ങി. അവൾ പെട്ടെന്ന് തന്നെ വാർത്താ ചാനലിന്റെ ലൈവ് പ്രോഗ്രാം സെർച്ച് ചെയ്തെടുത്തു. സ്ക്രീനിൽ വാർത്ത വായിക്കുന്ന പെൺകുട്ടി വിലാസിനി അമ്മ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. താഴെ ചുവന്ന അക്ഷരത്തിൽ ബ്രേക്കിംഗ് ന്യൂസ് മിന്നി മറയുന്നുമുണ്ടായിരുന്നു. മുഖംമൂടി ധരിച്ച അജ്ഞാത സായുധ സംഘം പോലീസിനെയും ഉദ്യോഗസ്ഥരെയും ആക്രമിച്ച് കൊറ്റങ്കാവ് സ്റ്റേഷനിലെ SHO ദേവനന്ദനെയും ട്രൈബൽ വെൽഫെയർ ബോർഡിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായ സതീഷ് ദിനകരനെയും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ആ വാർത്ത കേട്ടതും ഗൗരിയുടെ നെഞ്ചിലൂടെ 1000 സൂചികൾ ഒന്നിച്ചു കയറുന്നത് പോലെ തോന്നി. വാർത്താവതാരക കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ആദിവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാരുകൾ നൽകിയിരിക്കുന്ന തുക കൃത്യമായിട്ട് അവർക്ക് നൽകണമെന്നും അവരുടെ പുനരധിവാസത്തിനായി നൽകുന്ന സ്ഥലത്ത് വീടുകൾ കൃത്യസമയത്തിനുള്ളിൽ വെച്ചു കൊടുക്കണമെന്നുമാണ് തട്ടിക്കൊണ്ടുപോയവരുടെ പ്രധാന ഡിമാൻഡുകൾ. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ബന്ദികളെ അപായപ്പെടുത്തുമെന്നും സംഘം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി കേട്ടതോടെ ഗൗരിയുടെ കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടു. ശരീരമാകെ വിയർത്തു കുളിച്ച് തൊട്ടു പിന്നിലുണ്ടായിരുന്ന ഭിത്തിയിലേക്ക് ചാരി അവൾ തറയിലേക്ക് ഊർന്നിറങ്ങിയിരുന്നു പോയി. അവളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറുകയായിരുന്നു. തന്റെ ജീവന്റെ പാതിയായവൻ ആ കാടിന്റെ ഏതോ ഇരുളിൽ മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുകയാണെന്ന യാഥാർത്ഥ്യം അവൾക്ക് ഉൾക്കൊള്ളാനായില്ല. ഗച്ചു, ഇടി ഗച്ചു! പരിഭ്രമത്തോടെ വൈശാഖി ഗൗരിയെ കുലുക്കി വിളിച്ചു. പക്ഷെ ഗൗരിക്ക് അനക്കമില്ലായിരുന്നു. ചുറ്റും നടക്കുന്നതൊന്നും കാണാനോ കേൾക്കാനോ കഴിയാത്ത വിധം പകച്ചുപോയ കണ്ണുകൾ കൊണ്ട് അവൾ ശൂന്യതയിലേക്ക് തുറച്ചു നോക്കുകയായിരുന്നു. നീലവും ശ്രീജനും ഒക്കെ ഗുരുവായൂർ വരെ പോയേക്കുവാ മോളെ, അവിടെയാന്ന് ആരുമില്ല. ഗൗരിയുടെ ആ ഇരിപ്പ് കണ്ടതും വിലാസിനിയമ്മയുടെ മുഖത്തെ ആശങ്കയ്ക്ക് ആക്കം കൂടി. അതുകൊണ്ടാ മക്കളെ പേടിച്ച് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എന്റെ മോൻ എന്തേലും സംഭവിച്ചാ പിന്നെ എനിക്കിനി ആരാ ഉള്ളത്? ആ കരച്ചിൽ ഗൗരിയുടെ ഹൃദയത്തെ പിളർക്കുന്നതായിരുന്നു. തന്നെ കുലുക്കി വിളിക്കുകയായിരുന്ന വൈശാഖിയുടെ കയ്യിൽ പിടിച്ച് മെല്ലെ എഴുന്നേറ്റ അവൾ സ്വന്തം സങ്കടങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി വിലാസിനിയമ്മയെ ചേർത്തു പിടിച്ചു. അവരെ ആശ്വസിപ്പിക്കുവാൻ അവൾ സ്വയം ശക്തി സംഭരിക്കുകയായിരുന്നു. അമ്മ പേടിക്കാതെ, വീട്ടിലൊന്നും വരില്ല, അമ്മ ധൈര്യമായിട്ടിരിക്കേ. തന്റെ ശബ്ദത്തിലെ വിറയൽ പുറത്തു കാണിക്കാതിരിക്കാൻ അവൾ പാടുപെട്ടു. എന്നിട്ട് അവൾ പെട്ടെന്ന് വൈശാഖിയുടെ നേരെ തിരിഞ്ഞു. വൈശു, നീ പെട്ടെന്ന് വിശ്വട്ടനെന്ന് വിളിച്ചേ, അങ്ങേർക്ക് എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. ഗൗരി പറഞ്ഞത് കേട്ട് തല കുലുക്കിക്കൊണ്ട് വൈശാഖി വേഗത്തിൽ ഫോണിൽ വിശ്വന്റെ നമ്പർ എടുത്തു. കോൾ പോകുന്നതിനിടയിൽ ഫോൺ ചെവിയോട് ചേർത്ത് അവൾ പരിഭ്രമത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. കോൾ കണക്റ്റായപ്പോൾ വൈശാഖി വിശ്വനോട് സംസാരിക്കുന്നതും കേട്ടുകൊണ്ട് വിറക്കുന്ന വിലാസിനിയമ്മയെ ചേർത്തുപിടിച്ച് ഗൗരി അങ്ങനെ നിന്നു. ഓരോ നിമിഷവും അവൾക്ക് യുഗങ്ങൾ പോലെയാണ് തോന്നിയത്. വിശ്വട്ടൻ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവർ ആവശ്യങ്ങൾ പറഞ്ഞേക്കുന്നതുകൊണ്ട് ദേവേട്ടനെ ഉപദ്രവിക്കാൻ സാധ്യതയില്ലെന്നാ വിശ്വട്ടൻ പറഞ്ഞത്. മാത്രമല്ല, ദേവേട്ടനെ പിന്നെ സാറിനെ അന്വേഷിക്കാൻ കമാൻഡോസിനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടത്രേ. വിശ്വൻ പറഞ്ഞ കാര്യങ്ങളത്രയും വൈശാഖി പറഞ്ഞു കേട്ടപ്പോ വിലാസിനിയമ്മയ്ക്ക് അല്പം ഒരു ആശ്വാസമായെങ്കിലും ഗൗരിയുടെ പിടയുന്ന മനസ്സിനെ തൃപ്തിപ്പെടുത്തുവാൻ ആ വാക്കുകൾ പോരായിരുന്നു. എങ്കിലും ഉള്ളിലെ ആശങ്കയും വേദനയും അടക്കി വെച്ചുകൊണ്ട് അവൾ വിലാസിനിയമ്മയെ എഴുന്നേൽപ്പിച്ചു. വാ അമ്മേ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഗൗരി വിലാസിനിയമ്മയെ താങ്ങി പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. പിന്നാലെ വൈശാഖിയും. വാർത്ത അപ്പോഴേക്കും കാട്ടുതീ പോലെ നാടാകെ പടർന്നിരുന്നു. വിവരമറിഞ്ഞ അയൽക്കാരും നാട്ടുകാരും ഓരോരുത്തരായി ആര്യകത്തെ വീടിന്റെ മുന്നിലേക്ക് എത്തിത്തുടങ്ങി. ആദ്യം ഓടിക്കിതച്ച് കയറി വന്നത് ജാഫറും ആമീനത്തയുമാണ്. അവരുടെ പിന്നാലെ മുഖത്ത് വലിയ ആശങ്കയോടെ സെബാസ്റ്റ്യൻ സാറും എത്തി. അവർ വന്ന പാടെ ഗൗരിയെയും വിലാസിനിയമ്മയുടെയും അടുത്തേക്ക് ഓടിച്ചെന്നു. വിലാസിനിയമ്മ കരയാതിരിക്കേ, നമ്മുടെ ദേവനൊന്നും സംഭവിക്കില്ല, അവനൊരു പോലീസ് ഓഫീസറല്ലേ, അവനറിയാം എങ്ങനെ രക്ഷപ്പെടണമെന്ന്. സെബാസ്റ്റ്യൻ സാർ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അതെ പെങ്ങളെ, അടച്ചോനോന് കാവലുണ്ടാകുന്നു, നിങ്ങളിങ്ങനെ ബേജാറാവാതെ. ജാഫർ വിലാസിനിയമ്മയുടെ തോളിലും തട്ടി. ആമീനാത്ത ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കൈകൾ കൂട്ടിയമർത്തി. ധൈര്യമായിരിക്കും മോളെ, നാട് മുഴുക്കെ പ്രാർത്ഥനയോടെ നിങ്ങൾക്കൊപ്പം ഉണ്ട്. അപ്പോഴേക്കും മുറ്റം ആളുകളെ കൊണ്ട് നിറഞ്ഞു തുടങ്ങിയിരുന്നു. ജംഗ്ഷനിലെ ഓട്ടോക്കാരുടെ സംഘവും അവരോടൊപ്പം പാർട്ടിക്കാരും അങ്ങോട്ടേക്ക് എത്തി.
ഗേറ്റിന് പുറത്തും മതിലിലുമൊക്കെയായി ആളുകൾ കൂട്ടം കൂടി നിന്നു. സുധീഷിന്റെയും പ്രദീപിന്റെയും നേതൃത്വത്തിൽ ചെറുപ്പക്കാരായ പാർട്ടിക്കാർ കാടിനകത്ത് കയറി അന്വേഷിക്കാനുള്ള ചർച്ചയിലായിരുന്നു. അതിനിടയിൽ പലരും തട്ടിക്കൊണ്ടുപോകലിനെ പറ്റി പതുക്കെയും ഉറക്കെയുമൊക്കെ സംസാരിക്കാനും തുടങ്ങി. ഇതാ സദാനന്ദന്റെ കീഴിലുള്ള കാട്ടുമാഫിയക്കാരുടെ പണി തന്നെയാന്നേ. കഴിഞ്ഞ തവണ മന്ത്രി പോയപ്പോഴും അവർ പ്രശ്നമുണ്ടാകാൻ നോക്കിയതല്ലേ, ഷിബു പറഞ്ഞു. അല്ലെങ്കിലും ആ കാട്ടിൽ എന്തൊക്കെയോ കള്ളക്കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദേവൻ സാറ് ചാർജ് എടുത്തതിന് ശേഷം അവർക്ക് പണിയായി. അതുകൊണ്ടാവും ഇപ്പൊ ഇങ്ങനൊരു നീക്കം. മറ്റൊരു ഓട്ടോ ഡ്രൈവർ തന്റെ സംശയം പ്രകടിപ്പിച്ചു. എന്തായാലും പോലീസും പട്ടാളവും ഒക്കെ അവിടെ എത്തും. വിച്ച സാറുണ്ടല്ലോ നമ്മുടെ കൂടെ. ഈ സമയം കൊണ്ട് കാട് മുഴുവൻ വളഞ്ഞിട്ടുണ്ടാവുന്നേ. മുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകളുടെ സംസാരം വിലാസിനി അമ്മയുടെയും ഗൗരിയുടെയും ഉത്കണ്ഠ വർദ്ധിപ്പിക്കുകയേ ചെയ്തുള്ളൂ. അതിനിടയിൽ സെബാസ്റ്റ്യൻ സാറിന്റെ അടുത്തേക്ക് ചെന്ന ഗൗരി അങ്ങേരെ മാറ്റി നിർത്തി എന്തൊക്കെയോ സംസാരിച്ചു. അവർ സംസാരിക്കുന്നത് നോക്കി നിന്ന വൈശാഖിയുടെ നെറ്റിയിൽ അപ്പോൾ ചുളിവുകൾ വീഴുന്നുണ്ടായിരുന്നു. തുടരും. അഭിപ്രായം പറയണേ എല്ലാവരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.